നമ്മുടെ മക്കൾ അനുഗ്രഹമാണ്, നമ്മുടെ ഭവനം അനുഗ്രഹമാണ്, നമ്മുടെ വീട് അനുഗ്രഹമാണ്, നമ്മുടെ വാഹനങ്ങൾ അനുഗ്രഹമാണ്, നമ്മുടെ ബിസിനസ് സാമ്രാജ്യം അനുഗ്രഹമാണ്, എല്ലാം അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ശത്രുവുണ്ട് സുഹാബത്തെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബി വര്യരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അത്? നമുക്ക് അല്ലാഹു തആല സമ്മാനിച്ച അനുഗ്രഹമാണല്ലോ, അല്ലാഹു കനിഞ്ഞേകിയതാണല്ലോ. ആ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കോ ശത്രുക്കളോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലദീന യഹ്സുദൂനന്നാസ് അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും അല്ലാഹു കനിഞ്ഞേകിയതായ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളുടെ മേൽ ശത്രുത വയ്ക്കുന്ന, അസൂയ വയ്ക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഏറ്റവും വലിയ ശത്രുക്കളെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കുല്ലുൽ അദാബതി തുർജാ ഇമാതതുഹാ ഇല്ലാ അദാവതു മൻ അദാക ബിൽ ഹസദി. എല്ലാ ശത്രുതയും നീങ്ങിപ്പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അസൂയ കൊണ്ടൊരു മനുഷ്യന് ശത്രുതയുണ്ടായി കഴിഞ്ഞാൽ ആ ശത്രുതയുണ്ടല്ലോ, അത് നശിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ.